ഇതാണ് സുമതി വളവ്. കാലങ്ങൾക്ക് മുന്നേ കൊല്ലപ്പെട്ട സുമതി, അവളുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ അലഞ്ഞു തിരിയുന്നു. ഒറ്റപ്പെട്ട് ഇതിലെ പോകുന്ന മനുഷ്യർക്ക് അവളുടെ ആത്മാവിൻ്റെ സാമീപ്യം അറിയാൻ സാധിക്കും. തന്നെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായി ആ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയുന്നു. അവളെ തളയ്ക്കാൻ പല മന്ത്രവാദികളും ശ്രമിച്ചിട്ടും ഇന്നേ വരെ അത് വിജയിച്ചിട്ടില്ല. സൂക്ഷിക്കൂ, അവൾ കരുത്താർജിക്കുകയാണ്. വളർന്നു പോകണം കേട്ടാ. എന്തോ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. കേട്ടാ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയാലും രാജു, വേഗം പോയിക്കൂ, എന്തോ കുഴപ്പം വരുന്നുണ്ട്. മോളെ സുമതി. സുമതി അയാളുടെ ഒരേ ഒരു മകൾ, അതിസുന്ദരിയായ സുമതി. ഇതാണ് സുമതി, അയാളുടെ ഒരേ ഒരു മകൾ, സുന്ദരിയായ സുമതി. സുമതി ഒരു അന്യജാതിക്കാരനുമായി പ്രണയത്തിലായി. പലരും അവളെ ഈ ബന്ധത്തിൽ നിന്നും അകലാൻ പറഞ്ഞിരുന്നെങ്കിലും അവൾ ആ ബന്ധം തുടർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ വീട്ടിൽ ഈ ബന്ധം അറിഞ്ഞു. ഒരുപാട് ബന്ധുക്കൾ അവളെ വിലക്കി, പക്ഷേ അവൾ ആ ബന്ധം തുടർന്നു. അങ്ങനെയിരിക്കെ അന്നാണ് ആ അരുതാത്ത സംഭവം നടന്നത്. സുമതി കൊല്ലപ്പെട്ടു. സുമതി നന്നായിട്ട് പാടുമായിരുന്നു, നന്നായിട്ട് വീണ വായിക്കും, നന്നായിട്ട് നൃത്തവും ചെയ്യും. അമ്മാവൻ്റെ മകൻ രാഹുലിന് അവളെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അമ്മാവൻ്റെ മകനെ അവൾക്കിഷ്ടമല്ലായിരുന്നു. അവൾക്ക് കാമുകൻ രഘുവിനെയായിരുന്നു ഇഷ്ടം. ബന്ധുക്കൾ ആ ബന്ധത്തെ ശക്തമായി എതിർത്തു. നീ എന്നെ വിവാഹം കഴിക്കണം, എന്താണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്? നിങ്ങളെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വെച്ച് സുമതി കൊല്ലപ്പെടുന്നു. മൈ ഗോഡ്, അതൊരു മൃതശരീരമല്ലേ? അതിനുശേഷം ആ ഗ്രാമത്തിൽ പല അനിഷ്ട സംഭവങ്ങളും അരങ്ങേറാൻ തുടങ്ങി. എല്ലാം ദുർമരണങ്ങൾ. പല മന്ത്രവാദികളും ശ്രമിച്ചിട്ടും ഇതിനൊരു അറുതി വരുത്താൻ സാധിച്ചില്ല. അവൾ ശക്തി പ്രാപിച്ചു. ദുർമരണങ്ങൾ കൂടി വന്നു. ഓം ക്ലീം സ്വാഹ, സുമതിയെ ഞാൻ നശിപ്പിക്കും. ഓം ക്ലീം ഫട് ഫട് സ്വാഹ. ദുർമരണങ്ങൾ കൂടി വന്നു. അമ്മാവൻ്റെ മകന് സുമതിയെ വലിയ ഇഷ്ടമായിരുന്നു.
പക്ഷെ അവൾക്ക് ആ ബന്ധം താല്പര്യമുണ്ടായില്ല. അമ്മാവൻ്റെ മകൻ അവളെ മുറിയിലിരുത്തി പുറത്തു പോയ സമയത്താണ് കാമുകൻ അങ്ങോട്ട് കയറി വന്നത്. അവൻ വന്നത് എന്തിനായിരിക്കാം? കാമുകന് അവളുടെ സ്വത്തിലായിരുന്നു കണ്ണ്. അത് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ തമ്മിൽ ബലപ്രയോഗം നടന്നു. സുമതി കൊല്ലപ്പെടുന്നു. എന്നെ കൊല്ലല്ലേ, രക്ഷിക്കണേ. സുമതി യക്ഷിയായി മാറി. കാമുകൻ ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു. തൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കാൻ നോക്കിയ ആ മന്ത്രവാദിയെയും അവൾ കൊന്നു. അമ്മാവൻ്റെ മകൻ്റെ സ്നേഹം സുമതി തിരിച്ചറിഞ്ഞു. നിന്നെ കാണുന്നു തോന്നുമ്പോൾ ഞാനിവിടെ വരും. ഈ കാവിൽ ഞാൻ മുടങ്ങാതെ വിളക്ക് വയ്ക്കും. ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും.